എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഓണത്തിനൊക്കെ സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടത്തരം ബീട്രൂട്ടിൻ്റെ അളവാട്ടോ ഈ പറയുന്നതൊക്കെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തോളുക. ഒരുപാട് വെള്ളം വേണ്ട, ഈ ഒരു അളവിൽ മതി. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വേവണം. ആ ഒരു പരുവത്തിന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തും ചേർക്കാതെയും ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാറുണ്ട്. ഇപ്പം ഞാൻ ജീരകമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ച് ഒരു കുറുകിയ പേസ്റ്റ് മാതിരി വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. വേവിച്ച ബീട്രൂട്ടിലേക്ക് നമ്മളുടെ ആ തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് തിളകേറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ചിലർക്ക് ഇങ്ങനെ തിളകേറ്റിയെടുക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഇത് ഒരു മീഡിയം പുളിയുള്ള തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരും അതുപോലെ തന്നെ പുളി കുറവുള്ള തൈരും നമ്മൾ എടുക്കാതിരിക്കുന്നത് നല്ലത്. ഒരു മീഡിയം പുളി വേണം നമ്മളുടെ തൈരിന്. ഏകദേശം 1.5 കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് തൈര് അതനുസരിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ചേർത്ത് കൊടുക്കേണ്ട തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ പാത്രം അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ അത് എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിലും കോക്കനട്ട് ഓയിലിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കുന്നതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഈ താളിക്കലിന് നമ്മുടെ പച്ചടിക്ക് ഒരു വലിയ റോളുണ്ട് കേട്ടോ. അപ്പം താളിക്കുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മറ്റേ ഉണ്ട വറ്റൽമുളകാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ നീളത്തിലുള്ള വറ്റൽമുളകാണെങ്കിൽ അതാണ് കാണാൻ നല്ല ഭംഗി. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ട വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കും. നമ്മൾ കറിവേപ്പില കഴുകിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പം തീ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2-3 വട്ടം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മളുടെ പച്ചടിയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് നിങ്ങളെല്ലാവരും സദ്യയ്ക്ക് പച്ചടി ഉണ്ടാക്കുമ്പം ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നേക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഉടനെ നല്ലൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.